തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിക്കായി വ്യാപക തെരച്ചിലാണ്. കുഞ്ഞിനെ കാണാതായിട്ട് 11 മണിക്കൂർ പിന്നിട്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇന്നലെ രാത്രി 12:30ഓടെയാണ് കുഞ്ഞിനെ കാണാതായത്. നാടോടി സംഘത്തിലെ മാലികയെ സ്കൂട്ടറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയെന്നാണ് സൂചന. അതേസമയം കുഞ്ഞിന്റെ സഹോദരന്റെയും മാതാപിതാക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ് പറയുന്നു. രാത്രി ഒരു സ്കൂട്ടറിൽ 2 പേരുടെ സാന്നിധ്യ പരിസരത്ത് ഉണ്ടായിരുന്നു എന്ന് ആദ്യം തന്നെ മൊഴികൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ചോക്ലേറ്റ് നൽകി കൊണ്ടുപോയി എന്നൊക്കെ സഹോദരൻ മൊഴി മാറ്റുന്ന അല്ലെങ്കിൽ പറഞ്ഞത് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെയാണ് കാണാതായത്. ഓൾ സെയിൻസ് പരിസരത്താണ് ഈ നാടോടി സംഘം തമ്പടിച്ചിരുന്നത്. അവിടെ നിന്നാണ് കുഞ്ഞിനെ കാണാതായത്. DCP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 5-അംഗ സംഘമായി തിരിഞ്ഞായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരുന്നു. ഒരുപക്ഷേ ട്രെയിനിൽ വരെ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യാപകമായ അന്വേഷണം പ്രദേശത്തെ കടകളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ച് അതിൽ പരിശോധന നടത്തി. ബ്രഹ്മോസിന്റെ പരിസരത്തൊക്കെ ഉള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇന്നലെ അർദ്ധരാത്രി കാണാതായ കുഞ്ഞിനു വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. പക്ഷേ സൂചനകളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. 2 വയസ്സുകാരിക്കായി മേരിക്കായി തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടക്കുകയാണ്. 11 മണിക്കൂറാണ് കുഞ്ഞിനെ കാണാതായിട്ട് പിന്നിട്ടപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നു. 2 വയസ്സുകാരിയ മകൾ മേരിയെ, ഈ ബീഹാർ സ്വദേശികളാണ് ദമ്പതികൾ. അവരുടെ കുഞ്ഞ് മേരിയെ കാണാതെയായത് തിങ്കളാഴ്ച പുലർച്ചെ ഏതാണ്ട് 12-1 മണിയോടെയാണ്. മാതാപിതാക്കൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം റോഡരികിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെയാണ് ഇരുചക്ര വാഹനത്തിൽ എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സൂചനകളും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ എവിടേക്കാണ് കൊണ്ടുപോയത് എന്നോ ആരാണ് കൊണ്ടുപോയത് എന്ന് വെച്ച സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതും. ആറ്റുകാൽ ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കുഞ്ഞിന് വേണ്ടിയുള്ള അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്? എവിടെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി, ഈ കുഞ്ഞിനെ കാണാതായത് മുതൽ അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ നേരിട്ട് വന്ന പേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് മുതൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു തന്നെ നേരിട്ടെത്തി കുട്ടികളുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു. ഒരു കുഞ്ഞു സഹോദരനുണ്ട്, ആ കുഞ്ഞുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചു. ഇവർ ബീഹാർ സ്വദേശികളാണ്. അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അവർ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടി തേൻ ശേഖരിച്ച് വീടുകളിലും കടകളിലും ഒക്കെ തന്നെ വിൽപ്പന നടത്തുന്ന നാടോടി സംഘമാണ്. അവർ വർഷത്തിൽ 2 മാസമൊക്കെയാണ് കേരളത്തിൽ തങ്ങുന്നത്. അത്തരത്തിൽ അവർ നാടോടികളാണ്, തെരുവിൽ കിടന്ന് ഉറങ്ങുന്നവരാണ്, അവിടെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവരുടെ ഭാഷ അല്ലെങ്കിൽ ബീഹാർ സ്വദേശികളുടെ അവിടുത്തെ പ്രാദേശികമായ ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. അവരെ ഒറ്റയ്ക്കും അച്ഛനെയും അമ്മയെയും ഒക്കെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയും അല്ലാതെയൊക്കെ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്ന, അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്ന കാര്യം, ഇത് ഈ തിരുവനന്തപുരം ജില്ല വിട്ട് ഈ കുഞ്ഞുമായി ഒരു സംഘം കടന്നുപോയതിൻ്റെ യാതൊരുവിധ സൂചനകളും നിലവിലുള്ള റോഡുകളിൽ നിന്നുമൊക്കെ ലഭിച്ച CCTV അല്ലെങ്കിൽ മറ്റ് അന്വേഷണത്തിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഇവിടെ നിന്നും, പ്രത്യേകിച്ചും ഈ പേട്ട അല്ലെങ്കിൽ ആറ്റുകാൽ അടങ്ങുന്ന ഈ നഗരപ്രദേശം വിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇതുവരെ ഇല്ല. അതുകൊണ്ട് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഈ കുഞ്ഞുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ കാര്യമായി നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം. കാരണം ആറ്റുകാലേക്ക് നിരവധി ആളുകൾ ഇപ്പോഴേ വന്നു തുടങ്ങുന്നുണ്ട്. വ്യാപാരികൾ, വിൽപ്പനക്കാർ, കലം വിൽപ്പനക്കാർ, അന്യ സംസ്ഥാനത്തു നിന്നുള്ള കലം വ്യാപാരികൾ പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിൽ അവരാണ് കൂടുതൽ, അന്യ സംസ്ഥാനക്കാരാണ്. അപ്പോൾ കലം വിൽക്കുന്നവർ, അവരുടെയൊക്കെ കയ്യിലുള്ള അല്ലെങ്കിൽ അവർക്കൊപ്പമുള്ള കുടുംബാംഗങ്ങൾ, അവർക്കൊപ്പമുള്ള കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആറ്റുകാൽ കേന്ദ്രീകരിച്ച നിരവധി ആളുകൾ വരുമ്പോൾ ഇവിടെ ഭിക്ഷാടനം വലിയ ഒരു ആദായമായി കാണുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഭിക്ഷാടന മാഫിയ ഏതെങ്കിലും ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ ഉപയോഗിച്ച് ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ആറ്റുകാൽ ക്ഷേത്രവും അതിൻ്റെ പരിസരവും വളരെ ശക്തമായ നിലയിൽ അന്വേഷണം നടത്തുന്നത്. അവിടെ എത്തിയിട്ടുള്ള കലം വിൽപ്പനക്കാർ, അതേപോലുള്ള വ്യാപാരികൾ, അന്യസംസ്ഥാനത്തു നിന്ന് എത്തിയവരുടെ കുടുംബാംഗങ്ങൾ, അവർക്കൊപ്പമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. DCP നിതിൻ രാജിനാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ചുമതല. വലിയ ശക്തമായ നിലയിൽ അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഈ കുഞ്ഞ് എങ്ങോട്ടേക്ക് പോയി, അല്ലെങ്കിൽ ഈ കുഞ്ഞ് മാതാപിതാക്കളെ കാണാതെ വന്നതോടുകൂടി ഈ കുഞ്ഞ് കരയുന്ന നിലയിൽ ഉള്ള ഒരു നിലയിലേക്ക് വരികയാണെങ്കിൽ അത്തരത്തിൽ അസ്വാഭാവികമായി എവിടെയെങ്കിലും ഈ കുഞ്ഞിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, അങ്ങനെ കാണുന്നവർ പോലീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഫോൺ നമ്പരൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ
പോലീസ് നൽകിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ സ്റ്റേഷനിലെത്തി സാഹചര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്തായാലും ഈ കുഞ്ഞിനെ കിട്ടുന്നത് വരെ ഉദ്യോഗം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കുഞ്ഞ് എവിടെയാണ്, ആർക്കൊപ്പമാണ്, തട്ടിക്കൊണ്ട് പോയിട്ടില്ല, ഈ തിരുവനന്തപുരം നഗരം വിട്ട് പോയിട്ടില്ല എന്നൊക്കെ പോലീസ് പറയുമ്പോഴും വേറെ ഏതെങ്കിലും നിലയിലുള്ള ഒരു അപായപ്പെടുത്തലോ അല്ലെങ്കിൽ ആ ഒരു പിന്നെ അതാണ് കാരണം നാടോടി സംഘങ്ങൾ ഏറെയുള്ള പ്രദേശമാണത്. അത് മാത്രമല്ല ഒരു പക്ഷേ നിരവധി നാടോടി സംഘങ്ങൾ അവിടെ തമ്പടിച്ചിട്ടുള്ള സാധ്യതയും ഭിക്ഷാടനത്തിന് വേണ്ടിയൊക്കെ ഒരു പക്ഷേ അങ്ങനെയും കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള സാധ്യത. മാത്രമല്ല ഈ സ്കൂട്ടറിൽ 2 പേർ എത്തിയിരുന്നു, അത് സംശയാസ്പദമാണ് എന്നുള്ള രീതിയിൽ അത് കുട്ടിയുടെ അച്ഛനമ്മമാരെന്നോ സഹോദരങ്ങളിൽ നിന്ന് തന്നെയാണ് ആ ഒരു മൊഴിയും ആദ്യ മണിക്കൂറുകൾ ലഭിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആ മൊഴികളിലും എന്തോ ഒരു അവ്യക്തത, ചോക്ലേറ്റ് കൊടുത്ത് കുഞ്ഞ് എഴുന്നേറ്റ് പോയി എന്നൊക്കെ അങ്ങനെയും സഹോദരൻ മാറ്റി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അതെ, നമ്മൾക്കറിയാം ഇതിപ്പോൾ ഈ കൊച്ചു കുഞ്ഞാണ്, ഈ കുഞ്ഞിൻ്റെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കുഞ്ഞാണ്. രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞിനെ കാണാതായി. കൂടെയുള്ള ആ കുഞ്ഞും 3 വയസ്സല്ലേ 2.5 വയസ്സ്, സമാന പ്രായക്കാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞ് നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അത് അവർ ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയുന്നത്, അത് കൊച്ചു കുഞ്ഞിൻ്റെതായ ഒരു പ്രായത്തിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഒന്നും നമുക്ക് അവിശ്വസിക്കാൻ പറ്റില്ല. ഒരാൾ മുട്ടായി കൊടുത്തപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ ആ കുഞ്ഞ് പലതരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ കൃത്യതയോടെയുള്ള ഒരു മൊഴിയോ ആ ഒരു തരത്തിലൊന്നും അവർ പറയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അധികം വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഈ തരത്തിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് ഒരു പോലീസിനോട് സംസാരിക്കേണ്ടത് എങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നഷ്ടമുണ്ടായാൽ അത് എങ്ങനെ അവതരിപ്പിക്കണം, ഇതിൻ്റെയൊക്കെ ഒരു അജ്ഞതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ ഭാഷയുടെ ഒരു പരിമിതിയുമുണ്ട്. അതെ, നമുക്ക് ഈ മാതാപിതാക്കളെ അത്ര പെട്ടെന്നൊന്നും അല്ലെങ്കിൽ മാതാപിതാക്കളെ അവിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ട് ആ ഒരു തരത്തിൽ നമുക്ക് അവിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നാട്ടുകാരറിയുന്ന അവർ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുമ്പോഴാണ്. തെരുവിൽ കിടന്ന് ഉറങ്ങുന്ന ഈ കുഞ്ഞുങ്ങൾ, 3-4 കുഞ്ഞുങ്ങളുമായി നടക്കുന്ന നാടോടി സംഘം, അതിലൊരു കുഞ്ഞിനെ കാണാതെ പോയി എന്ന് അവർ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് അവർ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയണമെങ്കിൽ അവർക്ക് വേദന ഉണ്ടായിട്ടുണ്ടല്ലോ. പലതരത്തിൽ വാർത്തകൾ വരുന്നു, ഇവർ കുഞ്ഞിനെ വേറെ ആർക്കെങ്കിലും കൈമാറിയതാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. നമുക്കൊന്നും സ്ഥിരീകരിച്ച് പറയാറായിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞിനെ കാണാതായ സാഹചര്യം ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഇത്ര മണിക്കൂറായിട്ടും, രാത്രി 12 മണിക്ക് ശേഷം കുഞ്ഞിനെ കാണാതായി ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും കുഞ്ഞിനെ പറ്റി ഒരു സൂചനയും ലഭിക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്നും പറയുന്നു. എന്തായാലും ഈ പറഞ്ഞ തിരുവനന്തപുരത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ആറ്റുകാൽ പൊങ്കാലയാണ് 25-ാം തീയതി. നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരപ്രദേശം. ഒട്ടേറെ ആളുകൾ വരും ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കൂടാൻ പോവുകയാണ്, കൂടിക്കൊണ്ട് വരുന്നു. അപ്പോൾ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട നിരവധി നാടോടികളും വ്യാപാരികളും ഒക്കെ തന്നെ ക്ഷേത്രവും അതിൻ്റെ പരിസരവും കേന്ദ്രീകരിച്ചുണ്ട്. അതുകൊണ്ട് പോലീസ് അവരുടെ അന്വേഷണം ആറ്റുകാലും പരിസരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ലക്ഷ്മി, യെസ് അത് കൃത്യമായ സൂചനകൾ, അല്ലെങ്കിൽ വിനോദ് പറഞ്ഞ പ്രത്യേക സാഹചര്യം, ഉത്സവമൊക്കെ ആരംഭിച്ചു, ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും. തുടക്കത്തിൽ നമുക്കറിയാൻ സാധിച്ചിരുന്നു ഒരു സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. ആദ്യ മണിക്കൂറുകൾ കടകളൊക്കെ അവിടെ തുറന്നു വരുന്നേ ഉള്ളായിരുന്നു. ഔൾ സെൻസിന്റെ പരിസരത്തെ അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. മാത്രമല്ല പേട്ട റെയിൽവേ സ്റ്റേഷനടുത്താണ് ട്രെയിൻ വഴി കുഞ്ഞിനെ പെട്ടെന്ന് എന്ന് വെച്ചാൽ നഗരത്തിൽ കൂടി ഈ പറഞ്ഞതുപോലെയാണ് CCTVകളുടെ കണ്ണിൽ പെടാതെ നഗരത്തിൽ കൂടി ഒരു പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോകാതെ ട്രെയിൻ വഴി അയൽ ജില്ലകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അയൽ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പം നഗരത്തിൽ ഈ നമ്മുടെ ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്മി പറഞ്ഞത് വളരെ സാഹചര്യം അനുസരിച്ച് ശരിയാണ്. പേട്ട റെയിൽവേ സ്റ്റേഷനടുത്താണ്, ട്രെയിൻ വഴി കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെ CCTV ഒക്കെ പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കുഞ്ഞുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഇത്തരത്തിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ പോകുകയോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഈ സംഭവം നടന്നതിന് ശേഷം അത്തരത്തിലൊരു സാഹചര്യമൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അവരുടെ കണ്ണിൽപ്പെടാതെ ഏതെങ്കിലും ട്രെയിനിൽ കയറി പോയിട്ടുണ്ടോ, കള്ളവണ്ടി കയറി പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, നമുക്ക് പേട്ടയിൽ നിന്നും ലഭിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ നാടോടി സ്ത്രീയായ ഈ കുഞ്ഞിൻ്റെ അമ്മ, അവർ യുവതിയാണ്. അവരെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ആരോ ഓട്ടോറിക്ഷയിൽ മദ്യപിച്ച് വന്ന ആരോ അവരോട് മോശമായി പെരുമാറി, അവരെ
ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാനൊരു ശ്രമം നടത്തി. നമുക്കറിയാം, നാടോടി സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ നിരവധി വെല്ലുവിളികൾ അതിജീവിച്ചാണ് അവർ സമൂഹത്തിൽ ജീവിക്കുന്നത്. വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ, പ്രത്യേകിച്ചും യുവതികളും കൈക്കുഞ്ഞുമായിട്ടൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. മദ്യപിച്ചെത്തുന്നവർ, സാമൂഹ്യ വിരുദ്ധരൊക്കെ ഇവരെ കീഴ്പ്പെടുത്താനും ഇവരെ വശീകരിക്കാനും ഇവരെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവരെ, അല്ലെങ്കിൽ നാടോടി സ്ത്രീയെ, ഈ കുഞ്ഞിൻ്റെ അമ്മയെ അത്തരത്തിലുള്ള ഒരു സംഘം ആയിരിക്കാം ആക്രമിച്ചത്. ഇനി അവർ തന്നെയാണോ പിന്നീട് വന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുപോയത് തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ അത് ആരാണ് വന്നത്, അവരെ ഇത്തരത്തിൽ ആരാണ് അവരോട് മോശമായി പെരുമാറിയത്, ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി തെളിവുകൾ ലഭിക്കാതെ ഇവരൊക്കെയാണ് കൊണ്ടുപോയതെന്ന് പറയാനും കഴിയും. അതെ, ഒരു നിഗമനത്തിലെത്താനും പാടാണ്. അതെ, വിനോദ്, ഞാനൊന്ന് ഇടപെടുകയാണ്. അപ്പോൾ അഖിൽ പാലോട്ട് മഠം കൂടി ചേരുന്നുണ്ട്. അഖിൽ, എന്തായാലും ഈ കുഞ്ഞിനെ കാണാതായത് ഓൾ സയൻസ് പരിസരത്തു നിന്നാണ്. അവിടെയാണ് അവർ മാസങ്ങളായി തമ്പടിച്ച് താമസിച്ചിരുന്നത് മനസ്സിലാകുന്നു. മറ്റ് നാടോടി സംഘങ്ങളുടെ ഒരു വിളനിലം കൂടിയാണ് അവിടെ. അവിടവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് കിട്ടുന്നത് അഖിൽ? ലക്ഷ്മി, കുട്ടി എവിടെയെന്ന ചോദ്യം കേരള സമൂഹം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 11.5 മണിക്കൂർ പിന്നിടുകയാണ്. അതായത് FIR പ്രകാരം രാത്രി, അതായത് അർദ്ധരാത്രി 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നതാണ് FIR-ൽ പറയുന്ന ഒരു റിപ്പോർട്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 11.5 മണിക്കൂർ പിന്നിടുന്നുണ്ട് ഈ കുട്ടി എവിടെയെന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ പോലീസ് ശേഖരിച്ച ഏകദേശം 30 മിനിറ്റോളം വരുന്ന CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രാഥമികമായ ഒരു പരിശോധന പൂർത്തിയാക്കി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു ക്രോസ് ചെക്കിംഗ് കൂടി നടത്താനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമെന്നതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു കാര്യം, പോലീസിന് കൃത്യമായ ഒരു CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കാരണം ഇതൊരു പ്രധാനപ്പെട്ട വീഥിയാണെങ്കിൽ പോലും അങ്ങനെ ശേഖരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നത് നമുക്ക് പോലീസിന്റെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഒരു പ്രശ്നമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഐ വിറ്റ്നസ് ഇല്ല, ഒരു ദൃക്സാക്ഷിയിലെ സംഭവം പറയുന്ന അല്ലെങ്കിൽ കണ്ടു എന്ന് പറയുന്ന ഒരു സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ദൃക്സാക്ഷിയില്ല. കാരണം ഇതിൽ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ മൂത്ത സഹോദരൻ്റെയും ഒക്കെ തന്നെയുള്ള ഈ ഒരു ചോദ്യം, അവർ നൽകുന്ന മൊഴിയിൽ ഒരു അവ്യക്തത പ്രശ്നമുണ്ട്. അവിടെ അവർ നൽകുന്ന മൊഴിയിൽ ചില വിരുദ്ധതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഒക്കെ കുട്ടി ഒരു ബൈക്കിലാണ് തട്ടിക്കൊണ്ടുപോയത് എന്നതായിരുന്നു മൊഴി. രണ്ടാമത് ചോക്ലേറ്റ് നൽകി കയറ്റിക്കൊണ്ടുപോയി, ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി എന്നതായി. പിന്നെ അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രിയിലും അമ്മയെ ഒരു ഓട്ടോയിലെത്തിയ ഒരു സംഘം ശല്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നൊരു തരത്തിലേക്ക് മൊഴി പോയി. അങ്ങനെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മൂത്ത സഹോദരനും ഒക്കെ നൽകുന്ന മൊഴിയിലൊരു അവ്യക്തത കുറവുണ്ട്. പോലീസിന് ലഭിക്കുന്ന മൊഴിയിലെ അവ്യക്തത തന്നെയാണ് അവരുടെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഉണ്ടാകുന്ന ഒരു കാലതാമസത്തിലേക്ക് എടുക്കുന്നത്. കാരണം 11.5 മണിക്കൂർ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഇവിടെ നിന്നും പാലക്കാടോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ ഒക്കെ തന്നെ വാഹനം ഓട്ടിച്ചു പോകാൻ സാധിക്കുന്ന തരത്തിലേക്കാണ്. അല്ലെങ്കിൽ തമിഴ്നാട് അതിർത്തിയാണെങ്കിൽ കന്യാകുമാരിയും തിരുനെൽവേലിയും കോയമ്പത്തൂരിലേക്കൊക്കെ പോകാൻ സാധിക്കുന്ന ദൂരമാണ് ഈ 11.5 മണിക്കൂർ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോൾ ഇവിടെ ഈ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ ഇവിടെ എത്തി കുട്ടിയുടെ രക്ഷിതാക്കൾ, നിലവിലുള്ള ഇവിടെ കുട്ടിയുടെ ഒരു മുത്തശ്ശിയുമായൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. മേഡം, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ചൈൽഡ് വെൽഫെയറിന്റെ ഇതിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇല്ല, രാവിലെ TV-യിൽ വാർത്ത കണ്ടിട്ടാണ് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ സർക്കിളിനെ ബന്ധപ്പെട്ടു, SIയെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു അന്വേഷണം നടക്കുകയാണ്, ഈ അന്വേഷണത്തിൻ്റെ മേലെ ശക്തമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എല്ലാവിധ സപ്പോർട്ടും ഇവർക്ക് കൊടുക്കണം എന്നറിയിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പോൾ മുതൽ CWC അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ചൈൽഡ് വെൽഫെയറിന് വേണ്ടിയിട്ട് ഒത്തിരി സംവിധാനങ്ങളുള്ള ഈ ജില്ലയിൽ ശക്തമായ CWC ഉണ്ട്, DCPU ഉണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പോൾ ഇവർ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്നും ഇവർക്ക് താൽക്കാലികമായി ഇവർ വന്നോട്ടെ, ഒരു ബിസിനസ്സിന് വന്നോട്ടെ. അപ്പോൾ പോലും ഈ പബ്ലിക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ വന്നാലും ഈ കുട്ടികൾക്ക് സുരക്ഷിതമായ സംരക്ഷണം ഒരുക്കാനുള്ള സംവിധാനത്തിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റണം. അവർക്കുള്ള ആഹാരവും, ഇപ്പോൾ ഇവർ ഒരുപാട് നാൾ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നില്ലല്ലോ.
അപ്പം താൽക്കാലിക സംരക്ഷണമാവാം. ആ താൽക്കാലിക സംരക്ഷണം കൊടുക്കാൻ CWC ഉണ്ട്. ഇത് പബ്ലിക്കിനും അറിയില്ല. അതാണ് ഈ പറ്റിപ്പോകുന്നത്. ഇവർക്ക് കുഞ്ഞുങ്ങളെ രാവിലെ തന്നെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ ഇവർ രാത്രി മുഴുവൻ അവരവിടെ കിടക്കാം. ഇവർ തിരിച്ചു പോകുമ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം. അതാണ് നമ്മളുടെ അടുത്ത് നിന്ന് എന്ത് സംവിധാനവും ഇവർക്ക് ഈ സമയം ഇപ്പോൾ പോലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ലക്ഷ്മി, CWCന്റെ അധികൃതർ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് സുരക്ഷിതമൊരുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. CWC ഉണ്ട്, അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയുണ്ട്, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒക്കെ തന്നെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടിയുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ താൽക്കാലികമായിട്ടാണ് ഇവരിവിടെ വരുന്നത്. പക്ഷേ അങ്ങനെ വരുന്നതിൽ പോലും കുട്ടിയുടെ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊരു പരാതിയാണ് CWCയുടെ ചെയർപേഴ്സൺ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോലീസിന് ഇതിനു മുമ്പ് റീസെൻ്റായി നടന്ന കൊല്ലത്തെ ആയൂരിലെ സംഭവം വലിയ രീതിയിലുള്ള നാണക്കേട് സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കൊല്ലം ആശ്രമ മൈതാനം പോലെ ഒരു മൈതാനത്ത് കുട്ടിയെ ലാസ്റ്റ് ഉപേക്ഷിച്ചു പോകുമ്പോൾ അത്രയും വലിയ പോലീസ് സംവിധാനം ഒരുക്കുന്ന ഒരു സ്ഥലത്ത് കുട്ടി ഉപേക്ഷിച്ചു പോകുകയാൽ ഉണ്ടാകുന്ന ഒരു വലിയ നാണക്കേട് പോലീസിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഈ സംഭവത്തിൽ പഴുതടച്ച ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പല വിധത്തിലുള്ള അന്വേഷണം CCTV കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥിരീകരിച്ച്, അതുപോലെ തന്നെ മൊബൈൽ ടവറുകളൊക്കെ തന്നെ സ്ഥിരീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഒരു മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് ലക്ഷ്മി, ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തുന്നത്. കാരണം ഈ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ തന്നെ മൊഴിയിൽ ഉണ്ടാകുന്ന ഒരു അവ്യക്തത, അതുകൊണ്ട് അതിലൊരു കോൺട്രഡിക്ഷൻ പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ അല്പസമയം മുമ്പ് എത്തിയ ജനപ്രതിനിധികൾ MLAയും MPയും ഒക്കെ പറഞ്ഞത് ആരോഗ്യകരമായിട്ടുള്ള ഒരു വാർത്ത അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുമെന്നതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞിട്ടുള്ളത് എന്നതാണ് ജനപ്രതിനിധികൾ കോളേജിന്റെ പരിസരത്ത് നിന്ന് പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിക്കായി വ്യാപക തെരച്ചിലാണ് നടക്കുന്നത്. കുഞ്ഞിനെ കാണാതായി 11 മണിക്കൂർ പിന്നിട്ടിട്ടും കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിനോദും ഒപ്പം തന്നെ അഖിലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.